ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം ധ്യാനിക്കുന്ന തിരുവചനം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ തിരുവചനങ്ങളിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് ഈശോ 2 ഉപമകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. വയലിൽ മറഞ്ഞിരിക്കുന്ന നിധിയുടെ ഉപമയും വിലയേറിയ രത്നത്തിൻ്റെ ഉപമയും. ഈ ഉപമകൾ സ്വർഗരാജ്യത്തിൻ്റെ അമൂല്യത്വത്തെയും അത് നേടുന്നതിനായി നമ്മൾ എന്ത് ത്യാഗം ചെയ്യുവാനും തയ്യാറാകണം എന്നതിനെയും എടുത്തു കാണിക്കുന്നു. ഒന്നാമത്തേത് വയലിൽ മറഞ്ഞിരിക്കുന്ന നിധിയുടെ ഉപമ. ഈ ഉപമയിൽ ഒരുവൻ വയലിൽ ജോലി ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു നിധി കണ്ടെത്തുന്നു. ആ നിധിയുടെ മൂല്യം തിരിച്ചറിഞ്ഞപ്പോൾ അവൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ സ്വന്തമാക്കുന്നു. ഇവിടെ നിധി സ്വർഗരാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പലപ്പോഴും ദൈവരാജ്യം നമ്മുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവരാം. നാം അന്വേഷിക്കാതെ തന്നെ ദൈവകൃപ നമ്മെ തേടിയെത്തുന്നു. ഒരുപക്ഷെ ഒരു ദുരിതത്തിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നാം തിരിച്ചറിയുന്നു. നിധി കണ്ടെത്തിയവൻ അത് മറച്ചുവെച്ചു. ഇത് ദൈവരാജ്യത്തിൻ്റെ പ്രാധാന്യം മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല എന്നതിനെ സൂചിപ്പിക്കുന്നു. ലോകത്തിൻ്റെ കണ്ണിൽ അത് അത്ര ആകർഷകമായി തോന്നില്ല. എന്നാൽ അതിൻ്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുന്നവർക്ക് അത് ഏറ്റവും വലിയ സമ്പത്താണ്. നിധി കണ്ടെത്തിയവൻ സന്തോഷത്തോടെ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവരാജ്യം നേടുന്നതിനായി നാം ചെയ്യുന്ന ത്യാഗങ്ങൾ ഭാരമായി തോന്നരുത്. മറിച്ച് അതിൻ്റെ അമൂല്യത മനസ്സിലാക്കുമ്പോൾ സന്തോഷത്തോടെ നമുക്ക് എല്ലാം ഉപേക്ഷിക്കുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ, ലോകപരമായ സുഖങ്ങൾ, സമ്പത്ത് ഇവയെല്ലാം ദൈവരാജ്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ നിസ്സാരമാണ്. രണ്ടാമത്തേത് വിലയേറിയ രത്നത്തിൻ്റെ ഉപമയാണ്. ഈ ഉപമയിൽ ഒരു വ്യാപാരി വിലയേറിയ രത്നങ്ങൾ തേടി നടക്കുന്നു. അവൻ തൻ്റെ ജീവിതകാലം മുഴുവൻ അന്വേഷിച്ചിരുന്ന ഏറ്റവും വിലയേറിയ ഒരു രത്നം കണ്ടെത്തുന്നു. ആ രത്നം സ്വന്തമാക്കാൻ അവൻ തൻ്റെ കൈവശമുള്ളതെല്ലാം വിൽക്കുന്നു. ഈ ഉപമയിലെ വ്യാപാരി അറിവുള്ളവനും അന്വേഷകനുമാണ്. അവൻ നല്ല രത്നങ്ങൾ തേടി നടക്കുന്നു. ഇത് ദൈവരാജ്യത്തെ അന്വേഷിക്കുന്നവരെ സൂചിപ്പിക്കുന്നു. ചിലർ ദൈവത്തെയും സത്യത്തെയും കുറിച്ച് ആഴമായി അന്വേഷിക്കുന്നു. അവർക്ക് ദൈവവചനം പഠിക്കുവാനും ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും താല്പര്യമുണ്ട്. ഉപമയിലെ വ്യാപാരിക്ക് ഏറ്റവും വിലയേറിയ ഒരു രത്നമാണ് ലഭിക്കുന്നത്. ഇത് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തെയും അത് നൽകുന്ന സമാധാനത്തെയും സന്തോഷത്തെയും സൂചിപ്പിക്കുന്നു. ലോകം നൽകുന്ന എല്ലാ സന്തോഷങ്ങളെക്കാളും വലുതാണ് ദൈവരാജ്യം നൽകുന്ന സന്തോഷം. അതിനാൽ വ്യാപാരി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ രത്നം വാങ്ങുന്നു. ഇത് ദൈവരാജ്യം നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം അർഹിക്കുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ സമയവും കഴിവുകളും സമ്പത്തും ആഗ്രഹങ്ങളും എല്ലാം ദൈവത്തിനായി സമർപ്പിക്കുവാൻ നാം തയ്യാറാകണം. ദൈവരാജ്യം കണ്ടെത്തിയവർക്ക് മറ്റൊന്നും അത്ര പ്രധാനമല്ല. ഈ 2 ഉപമകളും നമ്മെ പഠിപ്പിക്കുന്നത് ഒരേ സത്യമാണ്. സ്വർഗരാജ്യം അമൂല്യമാണ്. അത് നേടിയെടുക്കുന്നതിനായി നാം എന്ത് ത്യാഗം ചെയ്യുവാനും തയ്യാറാകണം എന്നുള്ളത്. നിധി കണ്ടെത്തിയവൻ അപ്രതീക്ഷിതമായി അത് കണ്ടെത്തി. എന്നാൽ വ്യാപാരി അത് അന്വേഷിച്ച് കണ്ടെത്തി. ഇത് കാണിക്കുന്നത് ദൈവരാജ്യം പല വഴികളിലൂടെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം എന്നുള്ളതാണ്. ചിലപ്പോൾ അതൊരു അപ്രതീക്ഷിത വെളിപ്പെടുത്തലായിരിക്കാം. മറ്റു ചിലപ്പോൾ അത് നിരന്തരമായ അന്വേഷണത്തിൻ്റെ ഫലമായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ സ്വർഗരാജ്യത്തിന് നാം എത്രത്തോളം പ്രാധാന്യം നൽകുന്നു? ലോകത്തിൻ്റെ ഭംഗിയിൽ നാം അകപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ദൈവരാജ്യത്തിന് 1-ാം സ്ഥാനം നൽകുവാൻ നാം തയ്യാറാണ്. ഈ ചോദ്യങ്ങൾ നാം ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ടതാണ്. ദൈവരാജ്യം എന്നത് ഒരു ഭൂമിശാസ്ത്രപരമായ സ്ഥലമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഭരണം നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും സ്ഥാപിക്കപ്പെടുന്ന അവസ്ഥയാണ്. യേശുവിനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ നാം ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകുന്നു. അപ്പോൾ
നമ്മുടെ ജീവിതത്തിലെ മുൻഗണനകൾ മാറുന്നു. ലോകപരമായ കാര്യങ്ങൾക്കപ്പുറം നിത്യതയ്ക്ക് പ്രാധാന്യം നൽകുവാൻ നാം പഠിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിൻ്റെ അമൂല്യത തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി എന്ത് ത്യാഗം ചെയ്യുവാനും നാം തയ്യാറാകണം. നമ്മുടെ ജീവിതം പൂർണ്ണമായി ദൈവത്തിനായി സമർപ്പിക്കുമ്പോൾ അളവില്ലാത്ത സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ആമേൻ.